യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വ്യാജ ID കാർഡ് ഉണ്ടാക്കിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ച് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ നോട്ടീസ് ലഭിച്ചില്ലെന്നാണ് രാഹുലിന്റെ അവകാശവാദം. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, വ്യാജ വോട്ടർ ID കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുകയാണ്. പല അടുപ്പക്കാരുടെയും ഫോൺ രേഖകൾ അടക്കം പരിശോധിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ അടക്കം പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഇന്ന് പറഞ്ഞ ന്യായങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ? സിജു, പ്രധാനമായും വ്യാജ വോട്ടർ ID നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇവിടെ തിരുവനന്തപുരത്തെ ജവഹർ നഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ, ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകാനാണ് ക്രൈംബ്രാഞ്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ നോട്ടീസ് ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഹാജരാകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ആണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രധാനമായും കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളടക്കം പുറത്തു വന്നതാണ്. ഇത്തരത്തിൽ നോട്ടീസ് നൽകി ശനിയാഴ്ചയാണ് ഹാജരാകേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ച സമീപനം എന്ന് പറയുന്നത് ഇപ്പോഴും ഇത് ഈ മറ്റൊരു കേസ്, അതായത് ലൈംഗികാരോപണ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എത്തേണ്ടതില്ല എന്നുള്ളൊരു വിദഗ്ധോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടേക്ക് എത്താത്തതാണ് എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഏതായാലും ക്രൈംബ്രാഞ്ച് സംഘം അതിന്റെ അടുത്ത നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. വീണ്ടും നോട്ടീസ് നൽകുക, അതോടൊപ്പം തന്നെ നോട്ടീസ് നൽകി ഹാജരാകാത്ത പക്ഷം പത്തനംതിട്ടയിലേക്ക് എത്തിക്കൊണ്ട് തന്നെ ചോദ്യം ചെയ്യൽ നടത്തുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതായാലും രാഹുലിന് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അനുമാനിക്കുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് കേസിലെ മൂന്നാം പ്രതിയുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച ശബ്ദരേഖയാണ്. ആ ശബ്ദരേഖയിൽ രാഹുലിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കേസിൽ പ്രതി ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കടക്കുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതായാലും ഇന്ന് ഹാജരാകാത്ത പക്ഷം മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആലോചിക്കുന്നത്. സിജു. ഷിജ, ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദരേഖ എന്ന് പറയുന്ന ഒരു പ്രധാന തെളിവായി എടുക്കുന്നു. അതോടൊപ്പം തന്നെ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരുടെ ടെലിഫോൺ രേഖകൾ അതടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ തെളിവുകളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. കൂടുതൽ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘം ശേഖരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കാലയളവിനിടയ്ക്ക് ഒരു പക്ഷേ ഈ പ്രതി ചേർക്കപ്പെട്ടവർ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടവരൊക്കെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഏതായാലും രാഹുലിലേക്ക് എത്തിച്ചേരുന്ന നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ മനസ്സിലാക്കാമോ? രാഹുലിനെ ഈ കേസുമായി ബന്ധിപ്പിക്കുന്ന നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്ത് നിലവിൽ ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ ചോദ്യം ചെയ്യൽ നടത്തുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ വ്യാപകമായിട്ടുള്ള പരിശോധന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടത്തിയിരുന്നു. അവിടെ നിന്നും നിർണായകമായ ഫോൺ വിവരങ്ങൾ, രേഖകൾ ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ തെളിവുകൾ അത് രാഹുലിലേക്ക് എത്തുന്ന തെളിവുകളാണ് എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ വിലയിരുത്തൽ. അത് കൂടുതൽ ബലപ്പെടുത്തണമെങ്കിൽ രാഹുലിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാഹുലിനെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിച്ചത്. പക്ഷേ രാഹുൽ എത്താത്ത പശ്ചാത്തലത്തിൽ ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കുവാനാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം ആലോചിക്കുന്നത്. ശരി, ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വ്യാജ വോട്ടർ ID കാർഡ് നിർമ്മിച്ച കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകില്ല. നിലവിൽ ഈ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ പെട്ടിരിക്കുന്നതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ലെന്നാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചിരിക്കുന്നത്.